Hello everyone, welcome to the video lecture on differential equations and its applications. Today we will see section 56 on homogeneous linear systems with constant coefficients. This will be in Malayalam. In order to watch this in English, please click the link available in the description. എല്ലാവർക്കും നമസ്കാരം. നമ്മൾ ഇന്ന് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു സിസ്റ്റം ഓഫ് ഡിഫറൻഷ്യൽ ഇക്വേഷൻസ് എന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇറ്റ് ഈസ് dx by dt equal to a1x plus b1y and dy by dt equal to a2x plus b2y. ഇപ്പോൾ ഇവിടെ എന്താണ് ഇതിനെ സിമ്പിൾ എന്ന് വിളിക്കാൻ കാരണം ഇവിടെ രണ്ട് ഇക്വേഷൻസ് മാത്രമേ ഉള്ളൂ. രണ്ട് ഇക്വേഷൻസ് ലീനിയർ ആണ്, കാരണം എക്സും വൈയും അതിൻ്റെ ഡെറിവേറ്റീവ് അവരുടെ പ്രൊഡക്റ്റ് ഒന്നും തന്നെ ഇവിടെ ഇല്ല. ഹോമോജീനിയസ് ആണ്. നമ്മൾ നേരത്തെ കണ്ട f1 f2 എന്ന് പറഞ്ഞ ഫംഗ്ഷൻസ് ടൈപ്പ് ഒന്നും ഇവിടെ ഇല്ല. പിന്നെ ഇവർക്കുള്ളത് കോൺസ്റ്റന്റ് കോഎഫിഷ്യൻസ് ആണ്. അപ്പോൾ വി ഹാവ് ടു ക്ലിയർലി സേ ദാറ്റ് a1 b1 a2 b2 ആർ കോൺസ്റ്റൻസ്. ഇങ്ങനെയുള്ള ഒരു സിസ്റ്റത്തിൻ്റെ സൊല്യൂഷനാണ് നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത്. സാധാരണഗതിയിൽ കോൺസ്റ്റന്റ് കോഎഫിഷ്യൻസിലുള്ള ഡിഫറൻഷ്യൽ ഇക്വേഷൻസ് അതിൻ്റെ സൊല്യൂഷൻസ് കണ്ടുപിടിക്കുന്ന സമയത്ത് നമ്മൾ ഇ റേസ് ടു എം ടി നമ്മൾ എപ്പോഴും കൺസിഡർ ചെയ്യും. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇ റേസ് ടു എം ടിയുടെ ഡെറിവേറ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് ഡി ബൈ ഡി ടി ഓഫ് ഇ റേസ് ടു എം ടി എടുത്തു കഴിഞ്ഞാൽ എം ടൈംസ് ദി ഫംഗ്ഷൻ, അതായത് എം ടൈംസ് ഇ റേസ് ടു എം ടി തന്നെ നമുക്ക് കിട്ടുന്നത്. സോ ഇറ്റ് ഈസ് നാച്ചുറൽ ടു ടേക്ക് എ സൊല്യൂഷൻ ഓഫ് ദി ഗിവൺ സിസ്റ്റം ആസ് എക്സ് ഇസ് ഈക്വൽ ടു എ ഇ റേസ് ടു എം ടി ആൻഡ് വൈ ഇസ് ഈക്വൽ ടു ബി ഇ റേസ് ടു എം ടി. ഓക്കെ. And if you substitute this in the given system, then we get dx by dt is equal to a m e raised to mt ആണ്. പിന്നെ എക്സും വൈയും a e raised to mt b e raised to mt റീപ്ലേസ് ചെയ്തു. ഒരു dy by dt എന്ന് വെച്ചാൽ ക്യാപിറ്റൽ B m ഇൻറ്റു e raised to mt ആണ്. പിന്നെ വീണ്ടും എക്സും വൈയും a e raised to mt b e raised to mt റീപ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു സെറ്റ് ഓഫ് ഇക്വേഷൻസ് കിട്ടി. നമ്മുടെ ആവശ്യം ഇതിൽ ക്യാപിറ്റൽ എയും ക്യാപിറ്റൽ ബിയും കണ്ടുപിടിക്കുകയാണ്. ഇപ്പോൾ ഇതിലിപ്പോൾ ആദ്യത്തെ ഇക്വേഷനെ ഒന്ന് റൈറ്റ് ഹാൻഡ് സൈഡിലേക്ക് ഒന്ന് റീഅറേഞ്ച് ചെയ്ത് എഴുതി കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ക്യാപിറ്റൽ എ ഇൻറ്റു a1 മൈനസ് എം പ്ലസ് b1 ക്യാപിറ്റൽ ബി ഇൻറ്റു ഇ റേസ് ടു എം ടി ഈക്വൽ ടു 0. ഇല്ല, ഇ റേസ് ടു എം ടി നമുക്ക് നോട്ട് ഈക്വൽ ടു 0 ആണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇതേപോലുള്ള രണ്ട് ഇക്വേഷൻസ് നമുക്ക് ജനറേറ്റ് ചെയ്യാൻ പറ്റും. ആൻഡ് ക്ലിയർലി ദിസ് ഇസ് എ ലീനിയർ ആൾജിബ്രൈക് സിസ്റ്റം ഇൻ ദ അൺനോൺസ് ക്യാപിറ്റൽ എ ആൻഡ് ക്യാപിറ്റൽ ബി. ഇപ്പോൾ ഇവിടെ എ ബി എന്താണെന്നുള്ളത് നമ്മൾ അടുത്ത സ്റ്റെപ്പുകളിൽ നമ്മൾ കണ്ടുപിടിക്കുന്നതാണ്. വീണ്ടും അതേ സെറ്റ് ഓഫ് ഇക്വേഷൻസ് എന്ന് തുടങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും ഇതൊരു ഹോമോജിനസ് സിസ്റ്റം ആയതുകൊണ്ട് തന്നെ എ ഈക്വൽ ടു ബി ഈക്വൽ ടു 0 ഒരു സൊല്യൂഷൻ, ഒരു ട്രിവിയൽ സൊല്യൂഷൻ നമുക്ക് കിട്ടിക്കഴിഞ്ഞു. ഇനി ഒരു നോൺ ട്രിവിയൽ സൊല്യൂഷൻ ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ നമുക്കറിയാൻ പറ്റും ഇതിൻ്റെ കോഎഫിഷ്യന്റ് മെട്രിക്സ് സിംഗുലർ ആയിരിക്കണം. അതായത് കോഎഫിഷ്യന്റ് മെട്രിക്സിൻ്റെ ഡിറ്റർമിനന്റ് ഈക്വൽ ടു 0 ആയിരിക്കണം. ഇവിടെ ഏതാണ് കോഎഫിഷ്യന്റ് മെട്രിക്സ്? നമ്മൾ കോഎഫിഷ്യന്റ് മെട്രിക്സ് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റത് a1 മൈനസ് എം b1 അതുപോലെ a2 b2 മൈനസ് എം എന്നാണെന്ന് കാണാൻ പറ്റും. സോ വിച്ച് മീൻസ് ദാറ്റ് യു ഹാവ് എ നോൺ ട്രിവിയൽ സൊല്യൂഷൻ ഇഫ് ദ ഡിറ്റർമിനന്റ് a1 മൈനസ് എം b1 a2 b2 മൈനസ് എം ഈക്വൽ ടു 0. ഓക്കെ. ഇനി ഇതൊന്ന് എക്സ്പാൻഡ് ചെയ്ത് എഴുതി കഴിഞ്ഞാൽ ഇറ്റ് ഈസ് a1 മൈനസ് എം ഇൻറ്റു b2 മൈനസ് എം മൈനസ് a2 b1 വിച്ച് ഇസ് ഈക്വൽ ടു 0. And you can see that it is m square minus a1 plus b2 into m plus a1 b2 minus a2 b1 equal to 0. ഇതിനെയാണ് നമ്മൾ ഓക്സിലറി ഇക്വേഷൻ ഓഫ് ദി ഡിഫറൻഷ്യൽ ഇക്വേഷൻ എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഈ ഓക്സിലറി ഇക്വേഷൻ ഒരു റൂട്ട് m ഉണ്ടെന്ന് വിചാരിക്കുക. അതായത് നമുക്ക് ആ കോഎഫിഷ്യന്റ് മെട്രിക്സ് സിംഗുലർ ആവേണ്ട ഒരു m കിട്ടിക്കഴിഞ്ഞു. അപ്പോൾ അത് നമ്മൾ തന്നിട്ടുള്ള സിസ്റ്റത്തിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് കാണാൻ പറ്റും ഹോമോജിനിയസ് ആയതുകൊണ്ട് നിങ്ങൾക്ക് എയുടെയും ബിയുടെയും ഇൻഫിനിറ്റ്ലി മെനി സൊല്യൂഷൻസ്, അതായത് എ ബൈ ബി ഈക്വൽ ടു ആയിരിക്കും നമുക്ക് കിട്ടുന്നത് സം കെ. അപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ എ ബൈ ബി ഈക്വൽ ടു ഒരു 5 കിട്ടുകയാണെങ്കിൽ യു ക്യാൻ റൈറ്റ് ഇറ്റ് ആസ് സം 5/1 സോ ദാറ്റ് എ ഈക്വൽ ടു 5 ആൻഡ് ബി ഈക്വൽ ടു 1 സാറ്റിസ്ഫൈസ് ദി ഇക്വേഷൻ. അല്ലെങ്കിൽ നിങ്ങൾ അതിനെ 10/2 എന്ന് എഴുതി കഴിഞ്ഞാൽ എ ഈക്വൽ ടു 10 ആൻഡ് ബി ഈക്വൽ ടു 2 സാറ്റിസ്ഫൈസ് ദി ഇക്വേഷൻ. അങ്ങനെ ഇൻഫിനിറ്റ് മെനി സൊല്യൂഷൻസ് നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ഈ സ്ലൈഡ് നമുക്ക് പിന്നെയും ആവശ്യം വരും, അതുകൊണ്ട് തൽക്കാലം ഒരു പിക്ചർ എടുത്ത് വെക്കാം. നൗ വി മൂവ് ടു ദി നെക്സ്റ്റ് പാർട്ട്. സോ രണ്ട് ഡിഫറൻഷ്യൽ ഇക്വേഷൻസ് ഉള്ള ഒരു സിസ്റ്റം ഓഫ് ഡിഫറൻഷ്യൽ ഇക്വേഷൻസിന് ഒരു ക്വാഡ്രാറ്റിക് ആയിട്ടുള്ള ഒരു ഓക്സിലറി ഇക്വേഷൻ നമ്മൾ ജനറേറ്റ് ചെയ്തു. സ്വാഭാവികമായിട്ട് അതിന് രണ്ട് റൂട്ട്സ് ഉണ്ടാവണം, m1 ആൻഡ് m2. അപ്പോൾ ഈ m1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ കിട്ടുന്ന എനെയും ബിനെയും ഞാൻ a1 b1 എന്ന് ഡിനോട്ട് ചെയ്യും. m2 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ കിട്ടുന്ന എ ക്യാപിറ്റൽ ബിനെ ഞാൻ a2 b2 എന്ന് ഡിനോട്ട് ചെയ്ത് കഴിഞ്ഞാൽ വി ഹാവ് എ സെറ്റ് ഓഫ് അല്ലെങ്കിൽ 2 സെറ്റ്സ് ഓഫ് സൊല്യൂഷൻസ് ഫോർ അവർ സിസ്റ്റം ഓഫ് ഡിഫറൻഷ്യൽ ഇക്വേഷൻസ്. ഇനി നമുക്ക് രണ്ട് സൊല്യൂഷൻസ് ഉണ്ടെങ്കിൽ നമ്മൾ സാധാരണ 2-3 കാര്യങ്ങൾ ചെയ്യാൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്.
ഒന്ന് അവരുടെ ലീനിയർ കോമ്പിനേഷൻ എടുക്കാം അല്ലേ? അതുപോലെ തന്നെ അവരുടെ റോൺസ്കിയൻ കാൽക്കുലേറ്റ് ചെയ്യുകയും ചെയ്യാം, ലീനിയർലി ഇൻഡിപെൻഡൻസ് ചെക്ക് ചെയ്യുകയും ചെയ്യാം. ഇതിൽ റോൺസ്കിയനുമായിട്ട് ബന്ധപ്പെട്ട റിസൾട്ട് എന്താണ്? ഒന്നുകിൽ റോൺസ്കിയൻ ഐഡന്റിക്കൽ ഈക്വൽ ടു 0 ആയിരിക്കും, അല്ലെങ്കിൽ നോൺ സീറോ ആയിരിക്കും. നമുക്കറിയാം ലീനിയർ കോമ്പിനേഷൻ എപ്പോഴും ഒരു സൊല്യൂഷൻ ആണ്, അത് എപ്പോഴാണ് ജനറൽ സൊല്യൂഷൻ എന്നാണ് നമ്മൾ ചെക്ക് ചെയ്യുന്നത്. ഇനി ലീനിയർലി ഇൻഡിപെൻഡൻസ് ചെക്ക് ചെയ്യുമ്പോൾ അത് ഒന്നുകിൽ ലീനിയർലി ഡിപ്പെൻഡൻറ്റ്, അതായത് നോ എന്ന ആൻസർ കിട്ടാം, അല്ലെങ്കിൽ യെസ്, അതായത് ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആവാം. ഇനി നോൺ സീറോ റോൺസ്കിയനോ അല്ലെങ്കിൽ ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള സെറ്റ് ഓഫ് സൊല്യൂഷൻസ് ആണെങ്കിൽ അവരുടെ ലീനിയർ കോമ്പിനേഷൻ ഒരു ജനറൽ സൊല്യൂഷൻ ആണെന്ന് നമുക്കറിയാം അല്ലേ? അതായത് C1ഉം C2ഉം രണ്ട് കോൺസ്റ്റൻസ് ഉപയോഗിച്ചുകൊണ്ട് ഞാൻ അവരുടെ ലീനിയർ കോമ്പിനേഷൻ എഴുതി കഴിഞ്ഞാൽ ഐ ഗെറ്റ് എ ജനറൽ സൊല്യൂഷൻ ഓഫ് ദി ഗിവൺ സിസ്റ്റം ഓഫ് ഡിഫറൻഷ്യൽ ഇക്വേഷൻസ്. ഇനി ഈ റൂട്ട്സുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് 3 കേസുകൾ വരുന്നതായിട്ട് കാണാൻ പറ്റും. അതായത് M1 M2 ആണ് റൂട്ട്സ് എന്ന് വിചാരിക്കുക. Then they can be distinct real roots or distinct complex roots or equal real roots. എന്തുകൊണ്ടാണ് ഈക്വൽ കോംപ്ലക്സ് റൂട്ട്സ് വരാത്തത്? ഉത്തരം അറിയാവുന്നവർ താഴെ കമൻറ്റ് ചെയ്യണം കേട്ടോ. ഓക്കെ, ഇനി ഡിസ്റ്റിങ്ക്ട് റിയൽ റൂട്ട്സ് M1 ആൻഡ് M2 ആണെന്ന് വിചാരിക്കുക. നമുക്ക് കാണാൻ പറ്റും M1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ക്യാപിറ്റൽ ബിനെ നമ്മൾ A1 B1 എന്നും M2 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ കിട്ടുന്നതിനെ A2 B2 എന്ന് ഡിനോട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 2 സെറ്റ് ഓഫ് സൊല്യൂഷൻസ് നമുക്ക് കിട്ടിക്കഴിഞ്ഞു. ഇനി സപ്പോസ് കോംപ്ലക്സ് റൂട്ട്സിന് ഞാൻ A പ്ലസ് ഐ ബിയും അതുപോലെ തന്നെ M2 ഇസിക്കൽ ടു A മൈനസ് ഐ ബിയും എന്ന് ഞാൻ ഡിനോട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ കിട്ടുന്ന A1ഉം B1ഉം അത് കോംപ്ലക്സ് നമ്പേഴ്സ് ആവാം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനതിനെ A1 സ്റ്റാർ B1 സ്റ്റാർ എന്നാണ് ഡിനോട്ട് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെയും നമുക്ക് 2 സെറ്റ് ഓഫ് സൊല്യൂഷൻസ് കിട്ടിക്കഴിഞ്ഞു. ഇത് ഇൻഡിപെൻഡൻ്റ് ആണോ എന്നൊക്കെ നമുക്ക് ചെക്ക് ചെയ്യാനുണ്ട്, അത് അടുത്ത സ്റ്റെപ്പുകളിൽ കാണാം. ഇനി ഈക്വൽ റിയൽ റൂട്ട്സ് ആണ് നമുക്ക് കാണാൻ പറ്റും. M1 ഈക്വൽ ടു M2 ഈക്വൽ ടു M എന്ന് കൊടുത്തു കഴിഞ്ഞാൽ അതിൽ ഒരു സൊല്യൂഷൻ നമ്മൾ നേരത്തെ എടുത്ത് തന്നെ x ഇസിക്കൽ ടു A e raised to mt y ഈക്വൽ ടു B e raised to mt ആണ്. വാട്ട് അബൌട്ട് ദി സെക്കൻഡ് സൊല്യൂഷൻ? അതായത് നമുക്ക് സെക്കൻഡ് സൊല്യൂഷൻ നമുക്ക് അത് ഇൻഡിപെൻഡൻ്റ് ആവുന്ന ഒരു സിറ്റുവേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും. പിന്നീട് x ഇസിക്കൽ ടു A1 പ്ലസ് A2t ഇൻറ്റു e raised to mt അതുപോലെ y ഈക്വൽ ടു B1 പ്ലസ് B2t e raised to mt എന്ന രൂപത്തിൽ ആണെന്ന് കാണാം. ഓക്കെ, അപ്പോൾ ഇതിലെ ഓരോരോ കേസുകളായിട്ട് നമ്മൾ തിരിക്കുകയാണ്. അപ്പോൾ ഇതിനെ കേസ് 1, കേസ് 2, കേസ് 3 എന്ന് ഞാൻ വിളിക്കുകയാണ്. അതിൽ ആദ്യത്തെ കേസ്, when we have distinct real roots M1 and M2, we know that there are 2 sets of solutions and you can take their linear combination, which is x is equal to C1 A1 e raised to M1t plus C2 A2 e raised to M2t and y is equal to C1 B1 e raised to M1t plus C2 B2 e raised to M2t. ഈ തന്നിട്ടുള്ള 2 സെറ്റ്സ് ഓഫ് ഇക്വേഷൻസും ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആണെങ്കിൽ നമുക്കറിയാൻ പറ്റും അവരുടെ ലീനിയർ കോമ്പിനേഷൻ എന്താണ്, ഒരു ജനറൽ സൊല്യൂഷൻ ആണെന്നറിയാം. ഇനി ഇവരെപ്പോഴാണ് ലീനിയർലി ഡിപ്പെൻഡ് ആവുന്നത്? വി ക്യാൻ സീ ദാറ്റ് ഇഫ് ആൻഡ് ഓൺലി ഇഫ് ദ റോൺസ്കിയൻ ഈസ് നോട്ട് ഈക്വൽ ടു 0. സോ വാട്ട് ഇസ് ദ റോൺസ്കിയൻ? റോൺസ്കിയൻ ഈസ് ഡിറ്റർമിനന്റ് A1 e raised to M1t, A2 e raised to M2t, B1 e raised to M1t, B2 e raised to M2t. ഓക്കെ, അപ്പോൾ ഇതിനൊന്ന് കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ യു ക്യാൻ സീ ദാറ്റ് ഇറ്റ് ഈസ് A1 B2 മൈനസ് A2 B1 into e raised to M1 plus M2 ആണെന്ന് കാണാൻ പറ്റും. Now, in order to show that this is not equal to 0, it is enough to show that A1 B2 minus A2 B1 not equal to 0. So for that, we use the picture that we have taken before. Yes, ഇത് തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ് നിർത്തിയിടുന്ന തന്നെ തുടങ്ങാം. ഇതൊന്ന് സൂം ചെയ്ത് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു റൂട്ട് M അതിന് കറസ്പോണ്ടിങ് ആയിട്ട് നമുക്ക് A by B ഈക്വൽ ടു K ആണ് നമുക്ക് ഇവിടെ കിട്ടിയിരുന്നത്. ഇവിടെ 2 റൂട്ടുണ്ട് M1 M2. ഇവിടെ ആദ്യത്തെ റൂട്ട് M1ൽ നിന്ന് കിട്ടുന്ന എയുടെയും ബിയുടെയും വാല്യൂനെ നമ്മൾ A1 B1 എന്നൊക്കെ ഡിനോട്ട് ചെയ്തു. ഈ രണ്ടാമത്തെ റൂട്ട് ഇവിടെ ഡിസ്റ്റിങ്ക്ട് റൂട്ടാണെന്ന് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ രണ്ടാമത്തെ റൂട്ടിന് കറസ്പോണ്ടിങ് ആയിട്ട് നമുക്ക് കിട്ടുന്ന A by Bയുടെ വാല്യൂ Kയിൽ നിന്ന് ഡിഫറൻ്റ് ആയി പറ്റും. അതായത് നമുക്ക് അതിനെ K ഡാഷ് എന്ന് വിളിക്കാം. അപ്പോൾ എന്ത് പറയാൻ പറ്റും? ആദ്യത്തെ വാല്യൂ എയിനെയും ബിനെയും ഞാൻ A1 B1 എന്ന് വിളിക്കുകയും രണ്ടാമത്തെ റൂട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കിട്ടുന്ന K ഡാഷ് ഉപയോഗിച്ച് കിട്ടുന്ന വാല്യൂസിനെ A2 B2 എന്ന് വിളിക്കുകയാണെങ്കിൽ ഐ ക്യാൻ സേ ദാറ്റ് A1 by B1 is not equal to A2 by B2. അതായത് A1 B2 minus A2 B1 is not equal to 0. So we now come back to our original problem. So here we proved that the Wronskian is not equal to 0. So these 2 sets of solutions are linearly independent, which means that their linear combination is a general solution of the given system of differential equations. Now let us do a problem. Given that dx by dt equal to x plus y and dy by dt equal to 4x minus 2y is a system of differential equations,
And here let us assume that x is equal to a e raised to mt and y is equal to b e raised to mt is a solution of this differential equation. So if you substitute in this equation, you can obtain a m e raised to mt is equal to a e raised to mt plus b e raised to mt, and m b e raised to mt is equal to 4 times a into e raised to mt minus 2 times b into e raised to mt. Okay. ഇതിൽ e raised to mt കോമൺ ആയിട്ട് എടുക്കുകയും പിന്നീട് ഒഴിവാക്കുകയും ചെയ്തു കഴിഞ്ഞാൽ യു വിൽ ഗെറ്റ് 1 മൈനസ് എം ഇൻറ്റു എ പ്ലസ് ബി ഈക്വൽ 0. നമുക്കിത് അടുത്ത സ്ലൈഡിൽ തന്നെ എഴുതി കാണിക്കാം. സോ ഈ തന്നിട്ടുള്ള സിസ്റ്റത്തിനനുസരിച്ച് നമുക്ക് ഇപ്പോൾ കിട്ടിയിരിക്കുന്ന സെറ്റ് ഓഫ് ലീനിയർ ഓൾജിബ്രൈക് ഇക്വേഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 മൈനസ് എം ഇൻറ്റു എ പ്ലസ് ബി ഈക്വൽ 0യും പിന്നെ 4a പ്ലസ് മൈനസ് 2 മൈനസ് എം ഈക്വൽ 0 ആണ്. ഓർക്ക് ഇത് നമ്മൾ എക്സ് ഈക്വൽ എ ഇ റേസ് ടു എം ടിയും വൈ ഈക്വൽ ബി ഇ റേസ് ടു എം ടിയും ഈ സിസ്റ്റത്തിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടാണ് ഈ ഇക്വേഷൻസ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. ഇനി ഇതിൽ നമുക്ക് ഓക്സിലറി ഇക്വേഷൻ നമുക്ക് ജനറേറ്റ് ചെയ്യാം. ഓക്സിലറി ഇക്വേഷൻ എന്ന് വെച്ചാൽ ഇതിന്റെ കോഎഫിഷ്യന്റ് മെട്രിക്സിന്റെ ഡിറ്റർമിനന്റ് ഈക്വൽ ടു 0 കൊടുക്കുമ്പോൾ കിട്ടുന്ന ഇക്വേഷൻ ആണ്. കുറച്ച് ഒബ്സർവേഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് തന്നിട്ടുള്ള സിസ്റ്റത്തിൽ നിന്ന് തന്നെ ഈ ഓക്സിലറി ഇക്വേഷൻ നേരിട്ട് കണ്ടുപിടിക്കാം. കാരണം വെച്ചാൽ നമുക്ക് അവിടെ dy by dt വരുന്ന ഭാഗത്ത് ഒരു എക്സ്ട്രാ എമ്മും dx by dt വരുന്ന ഭാഗത്ത് ഒരു എക്സ്ട്രാ എം ഉണ്ട്, അതിനൊക്കെ ഒരു സൈഡിലേക്ക് കൊണ്ടുവരണം എന്ന് മാത്രം നോക്കി ആ ഡിറ്റർമിനന്റ് എഴുതിയാലും മതിയാവും. അപ്പോൾ ഈ ഡിറ്റർമിനന്റ് ഇവാലുവേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും ഇറ്റ് ഈസ് 1 മൈനസ് എം ഇൻറ്റു മൈനസ് 2 മൈനസ് എം മൈനസ് 4 ഈക്വൽ ടു 0 എന്നാണ് നമുക്ക് കാണാൻ പറ്റും. ഈ സ്റ്റെപ്പൊക്കെ ഞാൻ തരുന്നു മാത്രമേ ഉള്ളൂ, നിങ്ങളിത് സ്വന്തമായിട്ട് ചെയ്ത് നോക്കേണ്ടതാണ്. അപ്പോൾ എനിക്ക് കിട്ടുന്ന ഫൈനൽ ആൻസർ മാത്രം ഞാൻ പറയുന്നു. ഇവിടെ എല്ലാം സ്റ്റെപ്പുകളും കാണിച്ചിട്ടുണ്ട്. ഇറ്റ് ഈസ് എം സ്ക്വയർ പ്ലസ് എം പ്ലസ് 6 എന്ന് നമുക്കത് ഒബ്റ്റെയിൻ ചെയ്യാൻ പറ്റും ഈക്വൽ ടു 0. അപ്പോൾ ഇതാണ് നമ്മുടെ ഓക്സിലറി ഇക്വേഷൻ. അപ്പോൾ ഇതിൻ്റെ സീറോസ് ഏതൊക്കെയാണ് അല്ലെങ്കിൽ ഇതിൻ്റെ റൂട്ട്സ് ഏതൊക്കെയാണ്? -3ഉം -2 അല്ലേ. ഇനി ഇതിലുള്ള ഓരോ എമ്മിന് കറസ്പോണ്ടിങ് ആയിട്ടും ഇത് ഡിസ്റ്റിങ്ക്റ്റ് റിയൽ റൂട്ട്സ് ആണ്. ഓരോ എമ്മിന് കറസ്പോണ്ടിങ് ആയിട്ട് നമ്മൾ ക്യാപിറ്റൽ എ ക്യാപിറ്റൽ ബി നമ്മൾ കണ്ടുപിടിക്കുന്നു. അത് നേരത്തെ എഴുതിയ ലീനിയർ ഓൾജിബ്രൈക് സിസ്റ്റം ഓഫ് ഇക്വേഷൻസ് ഉപയോഗിച്ചിട്ടാണ്. എം ഈക്വൽ ടു -3 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നിങ്ങൾക്ക് കാണാൻ പറ്റും 4a പ്ലസ് ബി ഈക്വൽ 0 ആണ് രണ്ട് ഇക്വേഷനും വരുന്നത്. അതായത് a ബൈ ബി ഈക്വൽ ടു എന്ത് വരും? a ബൈ ബി ഈസ് ഈക്വൽ ടു ഇറ്റ് ഈസ് -1/4 എന്ന് കിട്ടും. which means that you can take a is equal to -1 and b equal to 4. Okay. അപ്പോൾ ഇതൊരു നോൺ ട്രിവിയൽ സൊല്യൂഷൻ ടു ദി ലീനിയർ ഓൾജിബ്രൈക് സിസ്റ്റം ആണ്. അപ്പോൾ ഇത് ഉപയോഗിച്ച് നമുക്ക് a1ന്റെയും b1ന്റെയും വാല്യൂ കിട്ടി അല്ലേ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ എക്സും വൈയുടെയും എന്ത് വാല്യൂ കൊടുക്കാം? അപ്പോൾ നമുക്ക് എയും അറിയാം എമ്മും അറിയാം. സോ ഇറ്റ് ഈസ് x is equal to e raised to -3t and y is equal to 4 e raised to -3t. So this is a non-trivial solution of our system of differential equations. Okay. ഇനി m is equal to 2നും ഇതേ കാര്യം തന്നെ നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ തന്നിട്ടുള്ള ലീനിയർ ഓൾജിബ്രൈക് സിസ്റ്റത്തിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. m is equal to 2 ആണ്. അപ്പോൾ 1 മൈനസ് എം അതായത് -a പ്ലസ് ബി ഈക്വൽ 0യും മറ്റത് 4a മൈനസ് 4b ഈക്വൽ 0 ആണെന്ന് കിട്ടും. ഓക്കെ. ഇനി ഇതിൽ നമ്മൾ എന്ത് ചെയ്യണം? വീണ്ടും a ബൈ ബി കാൽക്കുലേറ്റ് ചെയ്യുന്നു. സോ സിൻസ് ഇറ്റ് ഈസ് എ ഡിസ്റ്റിങ്ക്റ്റ് റൂട്ട് ആയതുകൊണ്ട് തന്നെ a ബൈ ബി നമുക്ക് വേറൊരു വാല്യൂ കിട്ടി. സോ എയും ബിയും പുതിയ രണ്ട് വാല്യൂസ് കിട്ടി. ഇത് നമ്മുടെ ലീനിയർ ഓൾജിബ്രൈക് സിസ്റ്റത്തിന്റെ ഒരു നോൺ ട്രിവിയൽ സൊല്യൂഷൻ ആണ്. അത് ഉപയോഗിച്ച് നമുക്ക് വീണ്ടും എന്ത് ചെയ്യാൻ പറ്റും? എക്സിന്റെയും വൈയുടെയും വാല്യൂ എന്ത് കാൽക്കുലേറ്റ് ചെയ്യാം. അതായത് എക്സ് ഇസ് ഈക്വൽ ടു ഇ റേസ് ടു 2tയും വൈ ഈക്വൽ ടു ബി എന്ന് പറഞ്ഞാൽ വീണ്ടും 1 തന്നെയാണ്. സോ ഇ റേസ് ടു 2t. ഓക്കെ. ഇപ്പോൾ രണ്ട് സെറ്റ് ഓഫ് സൊല്യൂഷൻസ് നോൺ ട്രിവിയൽ സൊല്യൂഷൻസ് നമുക്ക് കിട്ടിക്കഴിഞ്ഞു. ഇനി ഇവർ ലീനിയർലി ഇൻഡിപെൻഡന്റ് ആണെങ്കിൽ നമുക്ക് എന്ത് പറയാൻ പറ്റും? ഇവരുടെ ലീനിയർ കോമ്പിനേഷൻ എന്താണെന്ന് പറയാം? ഒരു ജനറൽ സൊല്യൂഷൻ ആണെന്ന് പറയാം അല്ലേ. അപ്പോൾ ലീനിയർലി ഇൻഡിപെൻഡന്റ് ആണെന്ന് നമ്മൾ പ്രൂവ് ചെയ്യണം. ലീനിയർലി ഇൻഡിപെൻഡന്റ് ആണ് നമ്മൾ തിയററ്റിക്കലി പ്രൂവ് ചെയ്തിട്ടുണ്ടെങ്കിലും ഈ പ്രോബ്ലത്തിൽ നമ്മൾ ജസ്റ്റ് ഒന്ന് റോൺസ്കിയൻ കാൽക്കുലേറ്റ് ചെയ്യുക. സോ ഇഫ് യു ടേക്ക് ദി റോൺസ്കിയൻ വെച്ചാൽ കോഎഫിഷ്യൻസ് മാത്രം എടുത്താൽ മതിയോ? കാരണം ഇ റേസ് ടു ഒന്ന് 2t ആണെങ്കിൽ മറ്റേത് ഇ റേസ് ടു -3t ആണ്. ഓക്കെ. സോ ഇവിടെ കോഎഫിഷ്യൻസ് മാത്രം എടുത്തു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് നോട്ട് ഈക്വൽ ടു 0, ഡിറ്റർമിൻ നോട്ട് ഈക്വൽ ടു 0, വിച്ച് മീൻസ് ദാറ്റ് ദേ ആർ ലീനിയർലി ഡിപെൻഡന്റ് ആൻഡ് യു ഹാവ് ദി ജനറൽ സൊല്യൂഷൻ വിച്ച് ഇസ് ദ ലീനിയർ കോമ്പിനേഷൻ ഓഫ് ദീസ് ടു സൊല്യൂഷൻസ്. സോ ഇവിടെ ഒരു C1 C2 കോൺസ്റ്റൻസ് ഉപയോഗിച്ച് നിങ്ങൾ എഴുതി കഴിഞ്ഞാൽ ഇറ്റ് ഈസ് C1 ഇ റേസ് ടു -3t പ്ലസ് C2 ഇ റേസ് ടു 2t. y is equal to C1 4 e raised to -3t പിന്നെ പ്ലസ് C2 e raised to 2t. ഓക്കെ. സോ ഇത് വളരെ സിമ്പിളായിട്ട് തന്നെ നമ്മൾ അതിൻ്റെ ആൻസർ കണ്ടുപിടിച്ചു. ഇനി നമുക്ക് കേസ് 2ലേക്ക് പോവാം. ഇവിടെ ഡിസ്റ്റിങ്ക്റ്റ് കോംപ്ലക്സ് റൂട്ട്സ് ആണെന്ന് കണ്ടു. നമുക്കറിയാം അതിൻ്റെ ഒരു സ്ട്രക്ചർ, സൊല്യൂഷൻസിൻ്റെ സ്ട്രക്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ x is equal to a1 star e raised to a plus ib, അതുപോലെ അപ്പുറത്താണെങ്കിൽ x is equal to a2 star e raised to a minus ib എന്ന് കാണാൻ പറ്റും.
അപ്പോൾ ഇവിടെ A1 സ്റ്റാർ എന്ന് പറഞ്ഞൊരു കോംപ്ലക്സ് നമ്പർ ആണ് അല്ലേ, B1 സ്റ്റാർ എന്ന് പറഞ്ഞാൽ കോംപ്ലക്സ് നമ്പർ ആണ്. അതുപോലെ തന്നെ e⁻a+ib × t ഒന്ന് റീറൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് പറയാൻ പറ്റും? e⁻a+ib × t ഈസ് സെയിം ആസ് അവിടെ e⁻at × cos bt + i sin bt എന്ന് പറയാൻ പറ്റും. അപ്പോൾ ഇതൊന്ന് ഫസ്റ്റ് സെറ്റ് ഓഫ് സൊല്യൂഷൻസിൽ ഒന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കിയേ. ഈ കിട്ടിയതൊക്കെ തന്നെ ഇപ്പോൾ x = എന്ത് വരും? a1 + i a2 × e⁻at × cos bt + i sin bt. അതുപോലെ തന്നെ y = b1 + i b2 × e⁻at × cos bt + i sin bt. ഇതിൻ്റെ പ്രോഡക്റ്റ് ഒന്ന് കാൽക്കുലേറ്റ് ചെയ്യാം. അപ്പോൾ ഇത് കോംപ്ലക്സ് നമ്പേഴ്സ് ആണ്. അപ്പോൾ ഇത് കുറച്ച് സമയം എടുത്തിട്ടോ അല്ലാതെ നിങ്ങളത് കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ യു വിൽ ഗെറ്റ് ആൻ എക്സ്പ്രഷൻ ലൈക്ക് ദിസ്. അപ്പോൾ ഇതൊരു കോംപ്ലക്സ് വാല്യൂഡ് ഫംഗ്ഷൻ ആണ് അല്ലേ, അതിന് റിയൽ പാർട്ടുണ്ട് ഇമാജിനറി പാർട്ടുണ്ട്. ഇത് നമ്മുടെ തന്നിട്ടുള്ള ഡിഫറൻഷ്യൽ ഇക്വേഷൻ്റെ സൊല്യൂഷൻ ആണെന്നാണ് പറയുന്നത്. അപ്പോൾ നമുക്കൊരു റിസൾട്ട് പറയുന്നത് ഇതാണ്, ഒരു പെയർ ഓഫ് കോംപ്ലക്സ് വാല്യൂഡ് ഫംഗ്ഷൻസ് നമ്മുടെ ഡിഫറൻഷ്യൽ ഇക്വേഷൻ്റെ സൊല്യൂഷൻ ആണെങ്കിൽ നമുക്ക് കാണാൻ പറ്റും അതിൻ്റെ റിയൽ പാർട്ട് ഒരു സൊല്യൂഷൻ ആയിരിക്കും, അതുപോലെ തന്നെ ഇമാജിനറി പാർട്ട് മാത്രം എടുത്തു കഴിഞ്ഞാൽ അതും ഒരു സൊല്യൂഷൻ ആയിരിക്കും. വിച്ച് മീൻസ് ദാറ്റ് യു ക്യാൻ ടേക്ക് എ ലീനിയർ കോമ്പിനേഷൻ ഓഫ് ദി റിയൽ പാർട്ട് ആൻഡ് ഇമാജിനറി പാർട്ട് യൂസിങ് C1 ആൻഡ് C2. അപ്പോൾ നമ്മുടെ റിക്വയർമെൻറ്റ് ഇപ്പോൾ എന്തായി? ഈ റിയൽ പാർട്ടും ഇമാജിനറി പാർട്ടും നേരത്തെ എഴുതിയതിൻ്റെ റിയൽ പാർട്ടും ഇമാജിനറി പാർട്ടും ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആണെന്ന് കാണിച്ചാൽ മതി. അപ്പോൾ അതിന് വേണ്ടി നിങ്ങൾ റോൺസ്കിയൻ കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ യു വിൽ ഫൈനലി റീച്ച് അറ്റ് ദി കണ്ടീഷൻ a1 b2 - a2 b1 ≠ 0. ഇത് ആണെന്ന് പ്രൂവ് ചെയ്ത് കഴിഞ്ഞാൽ ≠ 0 ആണെന്ന് പ്രൂവ് ചെയ്ത് കഴിഞ്ഞാൽ യു ക്യാൻ സീ ദാറ്റ് ദീസ് ടു റിയൽ പാർട്സ് ആൻഡ് ഇമാജിനറി പാർട്സ് ആർ ലീനിയർലി ഇൻഡിപെൻഡൻറ്റ്. ഹെൻസ് ദ ലീനിയർ കോമ്പിനേഷൻ ഫോംസ് എ ജനറൽ സൊല്യൂഷൻ. ഓക്കെ, അപ്പോൾ ഇത് തിയറി കഴിഞ്ഞാൽ നമുക്കൊരു പ്രോബ്ലം ചെയ്യാം. സോ യു ഹാവ് എ ഡിഫറൻഷ്യൽ ഇക്വേഷൻ. സോ വി സ്റ്റാർട്ട് വിത്ത് അസ്യൂമിങ് x = a e⁻mt ആൻഡ് y = b e⁻mt. ഇത് ഒന്ന് ശ്രദ്ധിച്ചൊന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നേരിട്ട് തന്നെ ആ ലീനിയർ ഓൾജിബ്രൈക് സിസ്റ്റത്തിലേക്ക് നമുക്ക് പോകാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ സ്റ്റെപ്പുകൾ ഞാൻ സ്കിപ്പ് ചെയ്ത് പറയുകയാണ്. സോ യു വിൽ ഗെറ്റ് 4 - m × വളരെ കെയർഫുള്ളായിട്ട് നോട്ട് ചെയ്ത് നിങ്ങൾക്ക് സ്വന്തമായിട്ട് എഴുതാൻ പറ്റും. a - 2b = 0 ആൻഡ് 5a + 2 - m × b = 0. ഇനി ഇതിൻ്റെ കോഎഫിഷ്യൻ മെട്രിക്സ് ≠ 0 ആക്കിയിട്ടാണ് =0 ആക്കിയിട്ടാണ് നമ്മൾ ഓക്സിലറി ഇക്വേഷൻ കണ്ടുപിടിക്കുന്നത്. സോ യു ക്യാൻ സീ ദാറ്റ് ദി ഓക്സിലറി ഇക്വേഷൻ ഫോംസ് ഇത് കാൽക്കുലേറ്റ് ചെയ്ത് എന്ത് വരും? ഇറ്റ് ഈസ് 8 - 4m - 2m + m² + 10 = 0. ഓക്കെ, അപ്പോൾ ഇതൊക്കെ ഒന്ന് എഴുതി കഴിഞ്ഞാൽ ഇറ്റ് യു ഹാവ് m² ആൻഡ് -6m + 18 = 0. യെസ്, സോ m = -6 ± if you calculate this yes okay 3 ± i3 എന്ന് കിട്ടി. സോ ഇത് കോംപ്ലക്സ് വാല്യൂഡ് അല്ലെ ഡിസ്റ്റിങ്ക്റ്റ് കോംപ്ലക്സ് നമ്പേഴ്സ് ആണ് ഇതിൻ്റെ റൂട്ട്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇനി നമ്മൾ നേരത്തെ ചെയ്ത പോലെ വീണ്ടും ഓരോ എമ്മിന് കറസ്പോണ്ടിങ് ആയിട്ട് നമ്മൾ ക്യാപിറ്റൽ എയും ക്യാപിറ്റൽ ബിയും കണ്ടുപിടിക്കുന്നു. അതായത് ഒരു എമ്മിന് കറസ്പോണ്ടിങ് ആയിട്ട് അവിടെ എം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ യു വിൽ ഗെറ്റ് 4 - 3 + i3 × a - 2b = 0. മറ്റത് 5a + 2 - 3 - i3 × b = 0. അപ്പോൾ ഒന്ന് റീഅറേഞ്ച് ചെയ്ത് എഴുതി കഴിഞ്ഞാൽ യു വിൽ ഗെറ്റ് a/b = 2/1 - i3 എന്ന് കിട്ടും. ഓക്കെ, അതായത് a = 2 ആണ്, b = 1 - i3 ആണ്. അപ്പോൾ നമുക്ക് സൊല്യൂഷൻ കണ്ടുപിടിക്കാം. എന്താണ് സൊല്യൂഷൻ? x = a കിട്ടിക്കഴിഞ്ഞു 2 e⁻³ + i3, y = 1 - i3 × e⁻³ + i3 × t. ഓക്കെ, അപ്പോൾ ഇതൊന്ന് എക്സ്പാൻഡ് ചെയ്ത് നമുക്ക് നേരത്തെ അറിയാം കോസും സൈനൊക്കെ ഉപയോഗിച്ച് എക്സ്പാൻഡ് ചെയ്ത് എഴുതി കഴിഞ്ഞാൽ x = 2 e⁻³ cos 3t + i sin 3t and y = cos 3t + i sin 3t minus i3 × cos 3t + i sin 3t. നമുക്കിതൊരു കോംപ്ലക്സ് റിയൽ ആൻഡ് ഇമാജിനറി പാർട്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്തിട്ടുള്ള ഒരു എക്സ്പ്രഷൻ വേണം. അപ്പോൾ ഒന്നുകൂടി കെയർഫുള്ളായിട്ട് എഴുതി കഴിഞ്ഞാൽ യു ക്യാൻ സീ ദാറ്റ് ഇറ്റ് ഈസ്, ഞാൻ ആ റിയൽ പാർട്ടിന് റെഡും മറ്റേതിന് വേറെ കളർ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് 2 e⁻³ cos 3t + i × 2 e⁻³ sin 3t. ഓക്കെ, റിയൽ പാർട്ടും ഇമാജിനറി പാർട്ടും. അതുപോലെ y = നമ്മളൊന്ന് മൾട്ടിപ്ലൈ ചെയ്തൊക്കെ ചെയ്യേണ്ടി വരും. e⁻³ × cos 3t + 3 sin 3t + i × എന്നെ ഇമാജിനറി പാർട്ട് ഞാൻ വേറെ കളറിൽ എഴുതി കഴിഞ്ഞാൽ e⁻³ × sin 3t - 3 cos 3t എന്ന് കിട്ടും.
അതായത് റിയൽ പാർട്ട് പ്ലസ് ഇമാജിനറി പാർട്ട് ഫോമിൽ ഇപ്പോൾ രണ്ട് കളറായിട്ട് തന്നെ പറഞ്ഞു. ഇറ്റ് ഈസ് സം x1 പ്ലസ് ഐ x2, അതുപോലെ തന്നെ മറ്റേത് സം y1 പ്ലസ് ഐ y2 ആണ്. നമ്മുടെ റിസൾട്ട് എന്താ പറയുന്നത്? നമ്മുടെ റിസൾട്ട് പറയുന്നത് ഈ x1 y1 ഒരു സൊല്യൂഷൻ ആയിരിക്കും, അതുപോലെ x2 y2 ഒരു സൊല്യൂഷൻ ആയിരിക്കും. അപ്പോൾ അത് ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആയതുകൊണ്ട് തന്നെ നമുക്ക് തിയററ്റിക്കലി കാണിക്കാൻ പറ്റും അവരുടെ ലീനിയർ കോമ്പിനേഷൻ എന്താണ്, ഒരു ജനറൽ സൊല്യൂഷൻ ആണെന്ന് കാണാൻ പറ്റും. ഓക്കെ, സോ ദിസ് ഈസ് ദ ജനറൽ സൊല്യൂഷൻ ഓഫ് ദി സിസ്റ്റം, ഗിവൺ സിസ്റ്റം. അപ്പോൾ ഇത് നിങ്ങൾ വൃത്തിയായിട്ട് കംപ്ലീറ്റ് ആയിട്ട് x1 x2 y1 y2 എഴുതിയാൽ മാത്രമേ ആ ജനറൽ സൊല്യൂഷൻ്റെ എക്സ്പ്രഷൻ അവിടെ വരുള്ളൂ. സോ അതൊരു ഹോംവർക്ക് ആയിട്ട് നിങ്ങൾ ചെയ്യാം. ഇനി മൂന്നാമത്തെ കേസ് കൂടി കഴിഞ്ഞാൽ നമ്മുടെ സെക്ഷൻ ഇവിടെ അവസാനിക്കുകയാണ്. യെസ്, when the auxiliary equation has equal real roots m1 equal to m2 equal to m. Now we can see that x is equal to a e raised to mt, y equal to b e raised to mt ഒരു സൊല്യൂഷൻ ആണ്. അതുപോലെ തന്നെ രണ്ടാമത്തെ ലീനിയർലി ഇൻഡിപെൻഡന്റ് സൊല്യൂഷൻ ആയിട്ട് വരിക x is equal to a1 plus a2t e raised to mt and y is equal to b1 plus b2t e raised to mt. ഇവ രണ്ടുപേരുമാണെന്ന് കാണാൻ പറ്റും. കാരണം ഇവ രണ്ടുപേരും സൊല്യൂഷൻ ആണ്, നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് അതിൽ കാണാൻ പറ്റും. പ്ലസ് അവർ ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആണെന്നുള്ളത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ അത് ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആയിരിക്കുന്ന സമയത്ത് നമുക്കതിൻ്റെ ജനറൽ സൊല്യൂഷൻ എന്താണെന്ന് പറയാൻ പറ്റും? അതിൻ്റെ ലീനിയർ കോമ്പിനേഷൻ, അതായത് എക്സ് ഇസ് ഇക്വൽ ടു c1 a e raised to mt plus c2 a1 plus a2t into e raised to mt and y is equal to c1 b e raised to mt plus c2 b1 plus b2t e raised to mt. ഇത് ഉപയോഗിച്ചുള്ള പ്രോബ്ലമാണ് നമ്മൾ ഇനി കാണാൻ പോകുന്നത്. So we have a system of equations dx by dt equal to 3x minus 4y and dy by dt is equal to x minus y. അപ്പോൾ എങ്ങനെയാണ് എപ്പോഴും നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്? യെസ്, we assume that x is equal to a e raised to mt and y is equal to b e raised to mt is a solution of this differential equation, system of differential equations, and we substitute and we in this and we find a linear system of algebraic equations. കുറച്ച് ഒബ്സർവേഷൻ നമുക്ക് നേരിട്ട് എഴുതാം. അതായത് 3 മൈനസ് എം ഇൻറ്റു എ മൈനസ് 4 ബി ഈക്വൽ ടു 0, മറ്റത് എ മൈനസ് -1 മൈനസ് എം ഇൻറ്റു ബി ഈക്വൽ ടു 0. ഇതിൽ നിന്ന് ഓക്സിലറി ഇക്വേഷൻ അതിൻ്റെ കോഎഫിഷ്യന്റ് മെട്രിക്സിനെ ഡിറ്റർമിനന്റ് ഈക്വൽ ടു 0 കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ അത് ഞാൻ എഴുതുകയാണ്, ഇറ്റ് ഈസ് m മൈനസ് 1 ഹോൾ സ്ക്വയർ ഈക്വൽ ടു 0 എന്ന് കിട്ടും. അതായത് m ഈക്വൽ ടു 1 ഈസ് ദി ഓൺലി റൂട്ട് ഓഫ് ദി ഓക്സിലറി ഇക്വേഷൻ. ഇനി ഈ m is equal to 1 കിട്ടിയാൽ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ ക്യാപിറ്റൽ എയും ക്യാപിറ്റൽ ബിയും കണ്ടുപിടിക്കും അല്ലേ? അതിനുവേണ്ടി ആ ലീനിയർ സിസ്റ്റത്തിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ യു ക്യാൻ സി ദാറ്റ് 2a മൈനസ് 4b ഈക്വൽ ടു 0യും അതിൽ a പ്ലസ് 2b ഈക്വൽ ടു 0 ആണെന്ന് കാണാൻ പറ്റും. അപ്പോൾ അതിൽ നിങ്ങൾ a ബൈ ബി ആണ് നമ്മൾ കണ്ടുപിടിക്കാറ്. a ബൈ ബി 2 ആണെന്ന് കിട്ടും. അതായത് a ഈക്വൽ ടു 2 ആൻഡ് b ഈക്വൽ ടു 1 ഈസ് എ സൊല്യൂഷൻ ഓഫ് ദി സിസ്റ്റം ഓഫ് ലീനിയർ ആൾജിബ്രൈക് ഇക്വേഷൻസ്. അപ്പോൾ അത് നമ്മൾ x is equal to a e raised to mt യിലും y equal to b e raised to mt യിലും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടി? x is equal to 2 e raised to t and y equal to e raised to t, a solution of the given system of equations. ഒരു സൊല്യൂഷനേ ആയുള്ളൂ അല്ലേ? അപ്പോൾ ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആയ രണ്ടാമത്തെ സൊല്യൂഷൻ്റെ ഫോം എന്തായിരുന്നു? യെസ്, x is equal to a1 plus a2t into e raised to mt യും അതുപോലെ y is equal to b1 plus b2t into e raised to mt ആയിരുന്നു. ഇനി എന്തൊക്കെയാണ് ചെയ്യാനുള്ളത്? ഇത് തന്നിട്ടുള്ള സിസ്റ്റത്തിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, a1ഉം a2ഉം b1ഉം b2 ഉള്ള ഒരു പുതിയ സെറ്റ് ഓഫ് ഇക്വേഷൻസ് ഫോം ചെയ്യുക. അപ്പോൾ അത് വളരെ ക്വിക്കായിട്ട് അതിൻ്റെ എക്സ്പ്രഷൻ ഞാനിവിടെ തന്നു കഴിഞ്ഞാൽ നേരത്തെ എയും ബിയും ഉള്ള ആ ഒരു ഇക്വേഷൻ നമ്മൾ എങ്ങനെയാണ് കണ്ടുപിടിച്ചത് അതേപോലെ ഇവിടെ a1 a2ഉം b1ഉം b2ഉം ഒക്കെ ഉണ്ടെന്ന് മാത്രം. അപ്പോൾ ഇതിൽ e raised to t വരുന്ന ഭാഗങ്ങളൊക്കെ നമ്മൾ ഒഴിവാക്കിയല്ല കോമൺ ആയിട്ട് ഔട്ട് സൈഡ് എടുത്ത് അതിനെ ഒന്ന് റീഅറേഞ്ച് ചെയ്ത് എല്ലാം ഒരു സൈഡിലേക്ക് ആക്കി എഴുതി കഴിഞ്ഞാൽ യു വിൽ ഗെറ്റ് 2a2 മൈനസ് 4b2 ഇൻറ്റു ടി പ്ലസ് 2a1 മൈനസ് a2 മൈനസ് 4b1 ഈക്വൽ 0. അതിന് ഞാൻ 0t പ്ലസ് 0 ആയിട്ട് ഇക്വേറ്റ് ചെയ്യുന്നു. രണ്ടാമത്തെ ഇക്വേഷൻ 0t പ്ലസ് 0 ആയിട്ട് ഇക്വേറ്റ് ചെയ്യുന്നു. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ റൈറ്റ് ഹാൻഡ് സൈഡ് 0 ആണ്. സോ ദാറ്റ് നമുക്ക് ടിയുടെ കോഎഫിഷ്യൻസ് എപ്പോഴും ഈക്വൽ 0 ആണെന്ന് പറയാൻ പറ്റും. അതുപോലെ ടിയുടെ കോഎഫിഷ്യൻ്റ് അല്ലാത്തവരും ഈക്വൽ 0 ആണെന്ന് കാണാൻ പറ്റും. ടിയുടെ കോഎഫിഷ്യൻ്റ് ഈക്വൽ 0 ആണെന്ന് ഇക്വേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് a2 ഈക്വൽ 2ഉം b2 ഈക്വൽ 1ഉം കിട്ടും. ഇനി ടിയുടെ കോഎഫിഷ്യൻ്റ് അല്ലാത്തവരും ഈക്വൽ 0 ആണ് അല്ലേ? അതിൽ നമ്മൾ നേരത്തെ കിട്ടിയ വാല്യൂസ് അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് a1 ഈക്വൽ ടു 1ഉം അതുപോലെ b1 ഈക്വൽ 0യും കിട്ടും. ഓക്കെ, അപ്പോൾ നമുക്ക് a1 b1 a2 b2ൻ്റെ ഒക്കെ വാല്യൂ കിട്ടിക്കഴിഞ്ഞു. ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഇത് നേരത്തെ ഇക്വേഷനിൽ
സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ you will get x is equal to 1 plus 2t into e raised to t and y is equal to t e raised to t എന്ന് കിട്ടി. അപ്പോൾ ഇത് നേരത്തെ നമ്മൾ ഓൾറെഡി ഒരു സെറ്റ് ഓഫ് സൊല്യൂഷൻസ് നമ്മൾ ഫോം ചെയ്തിട്ടുണ്ട്. ഇവിടെയും ഒരു സെറ്റ് നമ്മൾ ഫോം ചെയ്തിട്ടുണ്ട്. ഇവർ ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആണെങ്കിൽ ഇവരുടെ ലീനിയർ കോമ്പിനേഷനാണ് ജനറൽ സൊല്യൂഷൻ അല്ലേ. ഇവർ ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആണെന്നുള്ളത് നിങ്ങൾക്ക് അതിൻ്റെ റോൺസ്കിയം വെച്ച് ചെക്ക് ചെയ്യാം. അതുകൊണ്ട് തന്നെ അവരുടെ ലീനിയർ കോമ്പിനേഷൻ ജനറൽ സൊല്യൂഷൻ ആണെന്ന് കാണാൻ പറ്റും. അപ്പോൾ ആ ഭാഗങ്ങളൊക്കെ തന്നെ നിങ്ങൾ ഹോംവർക്കായിട്ട് ചെയ്യുക. സോ വേറെ ഹോംവർക്ക് ഒന്നും തന്നെ ഇല്ല. ഓക്കെ, സോ താങ്ക് യു.